ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ്. നമ്മുടെ ത്രിവേണി സംഗമത്തിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറിയിട്ട് ഉള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ ഇങ്ങനെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റുമെന്നോ യാതൊരു വിധത്തിലുള്ള ഉറപ്പുകളും ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ സംഭവിച്ചു. അപ്പോൾ നമ്മൾ പ്രയാഗ്രാജിൽ നിന്ന് നേരെ ത്രിവേണി സംഗമം എന്നുള്ള സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ്സൊന്നും ഇങ്ങോട്ട് ഇപ്പോൾ വിടുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ഒട്ടും സമയം കളയണ്ട, നേരെ നമുക്കിനി ത്രിവേണി സംഗമത്തിലേക്ക് നടന്നു പോയി അവിടെ ചെന്ന് സ്നാനം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. മറ്റു വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മഹാകുംഭമേളയുടെ ഒരു എക്സ്ക്ലൂസീവ് വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നെഹ്റു പാർക്കിൽ നിന്ന് ഷെയർ ടാക്സി കയറിയിട്ട് ഇവിടെ ഒരു ത്രിവേണി സംഗമത്തിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം പിറകിലുള്ള ഒരു സ്ഥലത്ത് വന്നെത്തി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ നടന്ന് വേണം ഇനി അവിടേക്ക് എത്താനായിട്ട്. ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു ചടങ്ങെന്ന് പറയുന്നത് ഈ ഗംഗയിൽ മുങ്ങി കുളിക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ചടങ്ങ്. പിന്നെ നമ്മളും എല്ലാ ആൾക്കാരുടെ കൂടെയും നമ്മളും നടന്ന് ത്രിവേണി സംഗമത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 3 കിലോമീറ്റർ നടന്ന് വേണം നമ്മൾ ത്രിവേണി സംഗമത്തിലേക്ക് എത്താനായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, ലോകത്തിൽ ഇന്നേ വരെ റെക്കോർഡ് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒത്തുചേർന്ന ഒരു ഇവൻ്റ് കൂടിയാണ് ഈ ഒരു മഹാകുംഭമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സംഘത്തിലേക്ക് നടന്നു പോകുന്ന വഴി കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഗംഗയിലെ ജലം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ കന്നാസ് മുതൽ വലിയ കന്നാസ് വരെ ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. പിന്നെ പൂജയ്ക്കുള്ള തേങ്ങ, ചന്ദനത്തിരി, കുടിവെള്ളം അതൊക്കെയാണ്. അപ്പോൾ നമ്മൾ സംഘത്തിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാക്കി കാണുന്നതാണ് എൻട്രൻസ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഏകദേശം 2-2.5 കിലോമീറ്റർ നടക്കാനുണ്ട്. ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ, അങ്ങ് ദൂരെ ഒരു ചെറിയൊരു പൊക്കം. അപ്പോൾ അവിടെ ആൾക്കാർ അത്രയും തിങ്ങി നിറഞ്ഞ് കയറി പോകുന്നത് കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഒരു വണ്ടിയും വിടുന്നില്ല, എല്ലാവരും നടന്നൊക്കെയാണ് കയറി പോകുന്നത്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 4:15. അപ്പോൾ ഒരു പ്ലാൻ പ്രകാരം ഒരു 6-6:30 ആകുമ്പോൾ ഗംഗയിൽ മുങ്ങണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്ലാന്. അറിയില്ല, അവിടെ ചെന്നിട്ട് ഒരു ഡ്രസ്സ് മേടിക്കണം. അവിടെ നിന്ന് ഒരു കാവി ഡ്രസ്സ് മേടിക്കണം. ഇപ്പം ഞാൻ ആകെ ഈ ഒരു ഡ്രസ്സും പിന്നെ എൻ്റെ ബാഗും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് ചെറിയൊരു ഡ്രസ്സും സെറ്റപ്പ് ചെയ്ത് ഗംഗയിൽ ഇറങ്ങി ഒരു കുളിയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് പിന്നെ അവിടെ ആ മേള നഗരിയൊക്കെ ഒന്ന് ചുറ്റും പറ്റാവുന്നത്ര നടന്നൊന്ന് കാണണം. പറ്റാവുന്ന അത്രയും നിങ്ങളെ കൂടി കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. ഇനി ഇത്രയും തിരക്ക് വരുമ്പം എങ്ങനെയൊക്കെ ആയിരിക്കും ഫുഡിൻ്റെ ഹൈജീനെന്ന് അറിയത്തില്ല, എന്നാലും നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടുത്തെ വെറൈറ്റി ഫുഡുകളും ഒക്കെ ആയിട്ട് പിന്നെ മറ്റേ ആ ഒരു സംഗതി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ആ ഒരു തൃശ്ശൂലത്തിൻ്റെ ആ ഒരു സംഭവം. അപ്പോൾ അതൊക്കെ നോക്കണം. എന്തായാലും ഈ നോർത്ത് ഇന്ത്യൻ കൾച്ചറിലുള്ള ആദ്യത്തെ ഒരു വലിയൊരു ഇവൻറ്റിലേക്കാണ് എത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ആറ്റുകാൽ പൊങ്കാലയും പിന്നെ ശബരിമലയൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നോർത്തിൽ ആദ്യമായിട്ട് ഇത്രയും ആൾക്കാർ വരുന്നൊരു പ്രോഗ്രാമിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ അടിപൊളിയായിരിക്കും എന്തായാലും എക്സ്പീരിയൻസ്. നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റേ ട്യൂൺ. അങ്ങനെ 3 കിലോമീറ്ററിൻ്റെ നടത്തത്തിന് ശേഷം നമ്മൾ ഇവിടെ ത്രിവേണി സംഗമത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ ത്രിവേണി സംഗമം. ഗൈസ്, ഈ ത്രിവേണി സംഗമം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഗംഗയും യമുനയും സരസ്വതിയും കൂടി ചേർന്നിട്ട് പിന്നെ അത് ഗംഗയായിട്ട് ഒഴുകി പോകുന്ന ആ ഒരു സ്ഥലം. അപ്പോൾ വളരെ പവിത്രമായ ഒരു സ്ഥലം കാണിച്ചു തരാം. കച്ചപ്പ് ദ്വാർ എന്നാണ് ഇവിടെ എത്തിച്ചേക്കുന്നത്. ഒരു കവാടത്തിന് അവർ പേരിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വലിയൊരു കമാനം. ആ കമാനം കടന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ എന്താ പറയുക, വേൾഡിലെ തന്നെ ഏറ്റവും വലിയൊരു ഹ്യൂമൻ ഗ്യാതറിങ് ആ ഒരു ഇവൻറ്റിലേക്ക് ആണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. നമ്മൾ ആ തിരക്കിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു സൈഡിലേക്ക് ഇറങ്ങി. ഇപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് ഒരു വെള്ളം മേടിച്ച് കുടിക്കുക. സീൽഡ് പാക്കറ്റാണ്. സീൽഡാണോ? ഇതുപോലെ സീൽഡേനാ? ഓക്കെ. അങ്ങനെ മേള നഗരിയിലെത്തി. നടന്ന് അടപ്പളവി മനുഷ്യൻ്റെ.
അപ്പോൾ ഇവിടെ നിന്ന് ഒരു പാക്കറ്റ് വെള്ളം മാത്രമാണ് ഞാൻ മേടിച്ചത്. കാരണം വേറെയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം കുടിക്കാൻ സേഫായിരിക്കും എന്ന് അറിയാത്തതുകൊണ്ട് ഇത് മാത്രമാണ് മേടിച്ച് കുടിച്ചത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് തിരക്കെന്നൊക്കെ ഉള്ളത്. ഓക്കെ, അങ്ങനെ നമ്മളും വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മളിത് വീണ്ടും മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഇപ്പോൾ ഇതാണ് വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സംഭവം. പാരലായിട്ട് നമ്മുടെ ശ്രീരാമ സേതു അവിടെ ഉണ്ടല്ലോ. നമ്മളെ ആ സ്ഥലത്തിൻ്റെ പേര് ഏതായിരുന്നു? രാമേശ്വരത്ത് കാണുന്ന കണക്ക് അതേപോലെ നദിക്ക് കുറുകെ റെയിൽവേ ബ്രിഡ്ജും നമ്മുടെ റോഡിൻ്റെ ആ ഒരു പാലവും ഒരേപോലെ പാരലായിട്ട് വരുന്നത്. पंचमुख पांच ये क्या है भाई? कस्तूरी पंचमुख है ना. देखिए क्या अच्छा रहेगा तो सिक्का पे खुलेगा. ഇവിടെ ഒരു 5-5 6 लेके ये आए पहनने के लिए अच्छा रहता इस चीज. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഇത് മരത്തിൽ നിന്നുള്ളത് ഡയറക്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ സെയിലിന് വെച്ചിട്ടുണ്ട്. क्या चीज बाबू? पेड़ का डायरेक्ट है ना? ये पेड़ वहाँ से आया बद्रीनाथ. नींबू का पेड़ होता है ना, काजू का, वही पेड़ ऐसा ही रहता. कितना लेना है बाबू? कितना एक पीस 50 का. 50 ഒരെണ്ണം 50 രൂപ ഒരെണ്ണം. हम केरला से नॉन वेज केरला पूरा खाते हैं. अच्छा होगा. ഹിന്ദിയിൽ പറ. കയ്യിൽ കെട്ടി കൊടുക്കും. ഓ, അപ്പൊ കയ്യിൽ കെട്ടുന്നതിന് കുഴപ്പമില്ല ചേച്ചി? सब खाएगा इसमें सब खाता है. ओके ओके ओके. ये मैं नहीं खाता, ये तुलसी वाला है. हाँ, तुलसी नहीं खाता. ये हिंदू वाला है. ये मैं सब खाता है. सब खाता है. ഓ, അപ്പോൾ ഇത് അവർ പറയുന്നത്, അപ്പോൾ ഇവിടുത്തെ ഒരാളോട് ചോദിച്ചപ്പോൾ അവർ കച്ചവടത്തിന് വേണ്ടി പറഞ്ഞത് കഴിക്കാമെന്നാണ് അവർ പറയണത്. മനസ്സിലായില്ലേ? ഒരെണ്ണത്തിന് 50 രൂപയാണ് അവർ പറയുന്നത്. എല്ലാം 50 കസ്തൂരി ഉണ്ട്, തുളസിമാലയുണ്ട്, അപ്പോൾ എല്ലാം ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് മീനും ഇറച്ചിയും കഴിക്കുമ്പോഴും 5 മുഖമുള്ളതും 50 മുഖമുള്ള രുദ്രാക്ഷം കഴിക്കാമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ പോലും അത് വാങ്ങിക്കുന്നത് ശ്രദ്ധിച്ചു വേണം വാങ്ങിക്കാൻ. അവർ കച്ചവടത്തിന് വേണ്ടി അത് ഇതൊക്കെ പറയും. അറിയാമല്ലോ, നമ്മൾ 5 മുഖമുള്ള രുദ്രാക്ഷമൊക്കെ ഇടുമ്പോൾ അതിൻ്റെതായ റിച്വൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നല്ല ഉറക്കം. അങ്ങനെ നമ്മൾ നടന്നത് വെള്ള മണൽ തരികളുള്ള നമ്മുടെ സംഗം മഹാകുംഭമേള നഗരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വാവ് മാൻ, അടിപൊളി ഫീലിംഗ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ ഈ കാണുന്ന റോഡ് വഴി കയറി നമുക്ക് അവിടെ ഗംഗയുടെ നടുക്കേക്ക് പോകേണ്ടതാണ്. ഇത് ഒരു വന്ദേ ഭാരത്, പുതിയ ക്യാബിനുള്ള വന്ദേ ഭാരത് ഇതേ പോകുന്നു. അപ്പോൾ എന്ത് മനോഹരമായൊരു കാഴ്ചയെന്ന് നോക്കിയേ. ഒരു നദിയുടെ തീരം മുഴുവനും ഒരു 1.5 മാസക്കാലത്തേക്ക് ടെമ്പററി ആയിട്ട് ഹോസ്പിറ്റലും പിന്നെ ഗ്രോസറി സ്റ്റോപ്പും എല്ലാം ഒക്കെ ആയിട്ട് ഒത്തുകൂടുന്ന ഒരു പരിപാടി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതെല്ലാം ടെമ്പററിയാണ്. ഇത് ഈ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പാലമോ ഇവിടെ ഇങ്ങനൊരു സംഗതിയേ ഇല്ല. ഇങ്ങനെയല്ല, ഇതെല്ലാം ടെമ്പററി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ, അതെല്ലാം ചെയ്തിട്ടേക്കണതെല്ലാം എന്താണ് ടെമ്പററി ആയിട്ടുള്ള പരിപാടിയാണ്. നല്ല ഒഴുക്കുണ്ട് കേട്ടോ, ഗംഗയിൽ നല്ല ഒഴുക്കുണ്ട്. അതെ, അപ്പോൾ ഇവിടെ പൂജ ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് പേര് ഇവിടെ നിന്നിട്ട് സ്നാനം ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ അവരെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല, അപ്പോൾ ചെറുതായിട്ടൊക്കെ കാണിച്ചു തരാം. അതെ, ഒന്നാലോചിച്ച് ഇത്രയും പേര് കുളിക്കുന്ന ഒരു ഗംഗയായിട്ട് കൂടി എന്ത് ക്ലീൻ ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമെന്ന് നോക്കിയേ. ഒന്നാലോചിച്ച് നോക്കി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ ടെമ്പററി ആയിട്ട് പണിതിട്ടങ്ങനെ ബ്രിഡ്ജാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇതേപോലുള്ള എന്താ പറയുക, ഇത് മെറ്റലാണെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള സംഗതികൾ മെറ്റൽ അതിനകത്തേക്ക് അത് ഇങ്ങനെ വെള്ളത്തിൽ കെട്ടി നിർത്തിയിട്ടാണ് ഇങ്ങനെയുള്ള പാലം പണിതെക്കുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്തൂടെ നമ്മുടെ നേരത്തെ പറഞ്ഞ ബ്രിഡ്ജും തൊട്ടപ്പുറത്തൂടെ റെയിൽവേ ബ്രിഡ്ജും പോകുന്നുണ്ട്. ഇതേപോലത്തെ പാലം തന്നെയാണ് അപ്പുറത്ത് ഉള്ളത്. ഒന്നാലോചിക്കും എന്ത് മനോഹരമായിട്ടാണ് ഒരു മേള നഗരം ഡിസൈൻ ചെയ്തേക്കുന്നത്. ആലോചിക്കുക, എത്രയോ കോടിക്കണക്കിന് ആൾക്കാർ ഇതിനോടൊപ്പം തന്നെ വന്ന് പോയ ഒരു സ്ഥലം കൂടിയാണ്. അത് ടെമ്പററി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതാണ്. ഒന്ന് ആലോചിക്കുക. നല്ല ഒഴുക്കുണ്ട് കേട്ടോ ഗംഗയിൽ. ഇപ്പോൾ സമയം ഏകദേശം 4:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ റൗണ്ട് ഗംഗയുടെ നടുക്കേക്ക് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞുകൂടാ.
നടക്കുന്നതോറും അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങ് അറ്റത്തിന് എന്തെങ്കിലും കാണുമായിരിക്കും. ചുമ്മാ പോയി നമുക്ക് അതുവരെ ഒന്ന് നടന്നിട്ട് വരാം. അപ്പോൾ അതെ അവിടെയാണ് ഇനി നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ അത്ര വലിയ വിഷയമില്ല. ആ ഒരു തരയിൽ മൊത്തം ആൾക്കാർ ഇറങ്ങി ഇന്ന് സ്നാനം ചെയ്യുന്നുണ്ട്. കുറേ പേര് അതുവഴി തിരിച്ചു വരുന്നുണ്ട്. നമുക്ക് ഈ പാലത്തിൻ്റെ അങ്ങ് അറ്റം വരെ ഒന്ന് നടക്കാം. ഓക്കെ ഗയ്സ്, ഭയങ്കര പൊടിയാണ് ഇവിടെ, രക്ഷയില്ലാത്ത പൊടിയാണ്. മണൽത്തരിയാണല്ലോ തറയിൽ, അതിന് ആൾക്കാർ എല്ലാം ഇങ്ങനെ ചവിട്ടി കംപ്ലീറ്റ് പൊടിയാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് ഒരു ടവൽ മേടിച്ചിട്ടുണ്ട്. ടവൽ ഇത് കൊടുത്ത് പിന്നെ ഒരു തോർത്തും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഇറങ്ങി കുളിക്കാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ ആദ്യം ടവലുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ നമ്മൾ നേരെ സംഗം ഘാട്ടിലേക്ക് പോവുകയാണ്. സംഗം ഘാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്നാനം ചെയ്യുന്ന ഘാട്ടിലേക്ക്. എന്തായാലും നോക്കാം നമുക്ക്. ഓക്കെ, കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ഫൈനലി ഇവിടെ സംഘം ഘട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളിവിടെയാണ് സ്നാനം ചെയ്യുന്നത്. നമുക്കിവിടെ ഒരുപാട് പേര് ഇവിടെ സ്നാനം ചെയ്യുന്നത് കാണാം. അപ്പോൾ ഒരുപാട് പേര് ഇതേപോലുള്ള പൂജയും കാര്യങ്ങളൊക്കെ ഇവിടെ അർപ്പിക്കുന്നത് കാണാൻ പറ്റും നമ്മുടെ ഗംഗയിലേക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് തൊട്ടടുത്തായിട്ട് നമുക്ക് ഡ്രസ്സ് മാറാനൊക്കെ ആയിട്ട് അവിടെ ചെറിയ കിയോസ്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ലേഡീസിനൊക്കെ ആയിട്ട്. പിന്നെ ലേഡീസിനും മെയിൽസിനും എല്ലാം ഉണ്ട്. നമ്മൾ അവിടെ ഡ്രസ്സ് മാറ്റുക, ഇവിടെ വന്ന് ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ താഴെ ഇറങ്ങി കുളിക്കാനൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇവിടെ ഗംഗയിലേക്ക് ആരതി ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഇതേപോലുള്ള ചെറിയ പൂവും ചെറിയ തട്ടവും ഇതേപോലെ അവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. അതിനെ മേടിച്ചിട്ട് നമ്മൾ കത്തിച്ചിട്ട് ഗംഗയിലേക്ക്. अब गंगा आरती है ना, गंगा पूजा है ना? हाँ ठीक है नदी पूजा है ना? ओके ठीक है आप कहाँ से? हम केरला से हाँ। नहा लिया अभी बाद में. അപ്പോൾ അവരവിടെ സംഭവങ്ങളെല്ലാം കത്തിച്ചിട്ട് ഇനി നേരെ ഇതിലേക്ക് ഒഴുക്കി അങ്ങ് വിടുകയാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കാണാം. നമ്മളിവിടെ വന്നപ്പോൾ പരിചയപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇവിടെ ഗംഗ ആരതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗംഗാ നദിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൂജയാണ്. ഗൈസ്, അങ്ങനെ നമ്മളും സംഘം സ്റ്റാൻഡിൽ ഇറങ്ങാൻ പോവുകയാണ്. ഡ്രസ്സൊക്കെ മാറി ടവലൊക്കെ എടുത്ത്. ഓക്കെ, അപ്പോൾ നമ്മളിനി മുങ്ങാൻ പോവുകയാണ്. ഓക്കെ, നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ നല്ല തിരക്ക് കൂടിയിട്ടുണ്ട്. നമ്മളിനിപ്പോൾ ഏത് അവിടെയാണ് ഇറങ്ങാൻ പോകുന്നത്. ഓക്കെ, കമോൺ. ഗൈസ്, അപ്പോൾ നമ്മളിത് ഇവിടെ ഇറങ്ങി 3 വട്ടം മുങ്ങി ഗംഗയിൽ നിറന്ന് ഈ ഒരു ചടങ്ങിൽ നമ്മളും ഭാഗമായി. ലോകത്തിലെ ഏറ്റവും വലിയ ഹ്യൂമൻ ഗ്യാതറിങ്ങിൽ നമ്മളും അങ്ങനെ പങ്കാളികളായിരിക്കുകയാണ്. ഓക്കെ, നല്ല രസമുണ്ട്. തണുപ്പൊന്നുമില്ല വെള്ളത്തിന്. അപ്പോൾ നല്ല ഒഴുക്കുണ്ട്. ഇത് അതുപോലെ നല്ല കിഡിലും ഒഴുക്കുണ്ട്. ഇവിടെ ഇതുപോലെ നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതുപോലെ സംഗതികളൊക്കെ കെട്ടിവെച്ച് നല്ല ബ്ലോക്ക് ചെയ്ത് നല്ല സേഫ്റ്റി ആയിട്ടാണ് നല്ല സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ എനിവേ കൊള്ളാം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കയറിയിട്ട് കാണാം. ഓക്കെ.